ഒരു സാധ്യത, അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്ക അതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ ആ രീതിയിൽ വന്നിരുന്നു. പക്ഷേ ഇറാൻ അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നതുണ്ട്. ഇപ്പം അബ്ബാസ് അരാഗ്ചി വിദേശകാര്യമന്ത്രിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെയാണ്, അമേരിക്കയെ പറയുന്നതിനപ്പുറത്തേക്ക് ഇസ്രായേൽ എപ്പോഴും സ്വന്തം പേരിൽ യുദ്ധങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ അമേരിക്ക എന്തെങ്കിലും ഒരു മൂവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് തിരിച്ചടിക്കാം എന്നുള്ള പദ്ധതിയിൽ തന്നെയാണ് ഇറാൻ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇസ്രായേലാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മൈക്ക് പോംപിയോ, അമേരിക്കയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ നടത്തിയ ഒരു ട്വീറ്റ്, ഈ സംഘർഷമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ ഒരു ട്വീറ്റിൽ ടെഹ്റാനിൽ മൊസാദ് ഏജന്റുകൾ വിഹരിക്കുന്നു എന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ട്വീറ്റ്. അതിന്റെ അർത്ഥം ഈ വളരെ നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ചാര പ്രവർത്തനം ടെഹ്റാനിൽ സജീവമാണ്. ഇപ്പോഴത്തെ പ്രക്ഷോഭത്തെ അക്രമാസക്തമാക്കുന്നതിൽ ഇസ്രായേൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ നമുക്കറിയാം മൊസാദ് ഏജന്റുകൾ അവരുടെ ചാരന്മാരെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ പ്രധാന പരിഗണന കൊടുത്തത് ഇത്തരം ഏജന്റുകളുടെ നെറ്റ്വർക്കുകളെ തകർക്കുക, അവരെ പരിപൂർണമായും ഇല്ലാതാക്കുക എന്നതിലാണ്. പക്ഷെ എന്നാൽ പോലും നിരന്തരമായി ഇസ്രായേലിന് അത് സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനിന്റെ പല രൂപത്തിൽ അവിടെ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താനും, പ്രത്യേകിച്ച് ഈ പ്രക്ഷോഭത്തെ ഇത്രമാത്രം അക്രമാസക്തമാക്കി 100-ലധികം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ, ഇറാൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വകവരുത്തുന്നതിലേക്ക് നയിച്ച സംഭവങ്ങളുടെ പിന്നിൽ ശക്തമായ ഇസ്രായേലിന്റെ പങ്ക് ഇറാൻ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ മുൻനിർത്തി ഇസ്രായേൽ ചെയ്യുന്നത്, വാസ്തവത്തിൽ ഇസ്രായേൽ കളിക്കുന്ന ആ കളിയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. അതായത് അമേരിക്കയാണ് ആക്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കുക, അമേരിക്കയെ ആക്രമിക്കുന്നതിലൂടെ അമേരിക്ക ഒരു ആക്രമണം നടത്തുന്നതിലൂടെ തങ്ങളെ ഇറാൻ ആക്രമിക്കാതിരിക്കാനുള്ള എല്ലാ കവറും ചെയ്യുക. പക്ഷെ ഈ ഒരു കളിയെ സംബന്ധിച്ച് ഇറാൻ വളരെ കൃത്യമായ ധാരണയിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും, ഇസ്രായേലിന്റെ ടാർഗറ്റുകൾ ആക്രമിക്കും എന്ന തരത്തിൽ വളരെ ശക്തമായ പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം മാത്രമല്ല ഈ ട്രംപിന്റെ ട്വീറ്റ്, ഇപ്പൊ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ടുള്ള ട്രംപിന്റെ ട്വീറ്റ്, ആക്രമണം തുടരൂ, നിങ്ങൾക്കുള്ള സഹായം പുറകെ വരുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള ട്വീറ്റ്, അത് എത്രത്തോളം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഇറാനെ എന്നുള്ളത് കൂടിയാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ റാലി നമ്മൾ കണ്ടു, ലക്ഷങ്ങൾ പങ്കെടുത്ത റാലിയാണ്, ഇറാൻ അനുകൂല റാലി, അതായത് പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടത്തിയിരിക്കുന്ന റാലി കണ്ടു. അപ്പം ആ രീതിയിൽ മറ്റൊരു പ്രക്ഷോഭം കൂടി അവിടെ നടക്കുമ്പോൾ എന്താണ് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത്, സാധാരണ ജീവിതം ഏത് തരത്തിൽ ദുരിതത്തിലാകും എന്നുള്ളതൊന്ന്. മറ്റൊന്ന്, ട്രംപിന്റെ ഈ ട്വീറ്റുകളും ട്രംപിന്റെ ഈ പറയുന്ന പ്രോത്സാഹിപ്പിക്കലുമൊക്കെ അതെങ്ങനെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇറാൻ ജനതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടുത്തെ അധിക ഭൂരിപക്ഷം 80 മില്യൺ ജനങ്ങളുള്ളതിൽ ഭൂരിപക്ഷവും ഭരണകൂടത്തോടൊപ്പം തന്നെയാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ ഈ പ്രതിഷേധക്കാരെ നമ്മൾ എടുത്താൽ അത് അവരുടെ എണ്ണം 10,000 കവിയും എന്ന് തോന്നുന്നില്ല. അതാണ് മിക്കവാറും എല്ലാ റിപ്പോർട്ടുകളിലും കാണാൻ സാധിക്കുന്നത്. ഒരു നിഷ്പക്ഷമായ ഒബ്ജക്റ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന സുപ്രധാനമായ സംഗതി അതാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തോട് പല രൂപത്തിൽ എതിർപ്പുള്ള ആളുകളുണ്ട്. അനുകൂലിക്കുന്നവരിൽ തന്നെ ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങളോട്, അവിടുത്തെ അഴിമതിയോട്, അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ വിദേശ ഇടപെടലുകളോടൊക്കെ എതിർപ്പുള്ള ആളുകളുണ്ട്. പക്ഷേ അതിനെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വിദേശ രാജ്യങ്ങൾക്ക് ഒരു ആയുധം വച്ചു കൊടുക്കുന്നതിന് പല ജനങ്ങളും, ഭൂരിപക്ഷം ജനങ്ങളും, വേണമെങ്കിൽ നമുക്ക് പറയാം 95% ജനങ്ങളും അതിനെ അനുകൂലിക്കുന്നില്ല. ഇപ്പൊ ട്രംപ് സഹായം എത്തിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം ട്രംപിന് ഇറാനിലെ ജനതയെ രക്ഷിക്കണം എന്ന രൂപത്തിലുള്ളതല്ല എന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ട്രംപിന്റെ ലക്ഷ്യം ഇറാൻ അസ്ഥിരപ്പെടുത്തുക, ഇറാന്റെ ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക. മേഖലയിൽ ഇസ്രായേലിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി ഈ സെസേഷൻ എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളെയും ഭിന്നിപ്പിക്കുക, അവിടെയൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളാക്കി മാറ്റുക. സിറിയയിൽ അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലബനാനിൽ അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ യമനിലും ഇപ്പോ പല രൂപത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഇറാനെയും അവിടുത്തെ കുർദ് ന്യൂനപക്ഷത്തെ, അതുപോലെ തന്നെ മറ്റ് പല വംശീയ ന്യൂനപക്ഷങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവരിൽപ്പെട്ട ഇസ്രായേലിന് സഹായിക്കാൻ തയ്യാറുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനിന്റെ പൊതു സുരക്ഷയെയും അതുപോലെ തന്നെ ഇറാൻ പൊതുസമൂഹത്തിന്റെ പ്രത്യേകിച്ച് ഭരണത്തെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലുള്ള നടപടികളിലാണ് ഇസ്രായേൽ മുൻഗണന നൽകുന്നത്. ആ അർത്ഥത്തിലുള്ള സഹായമാണ് ട്രംപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ട്രംപിന് ഇറാൻ ജനതയെ സഹായിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം, വളരെ എളുപ്പമാണ്,
ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കിക്കളയുക. ഇറാൻ ഭരണകൂടം എന്തുകൊണ്ട് അമേരിക്കൻ മുതലാളിത്തത്തെ എതിർക്കുന്നു, അമേരിക്കൻ സാമ്രാജ്യത്തെ എതിർക്കുന്നു എന്നുള്ളത് അതൊരു ഐഡിയോളജിക്കൽ നിലപാടാണ്. ആ ഐഡിയോളജിക്കൽ നിലപാടിന്റെ പേരിൽ മൊത്തം രാജ്യത്തെ ജനങ്ങളെയും ശിക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഭരണകൂടം ഇപ്പോ ഇതാ നിങ്ങൾക്ക് സഹായം എത്തും എന്ന് വളരെ ഉടനെ തന്നെ സഹായം എത്തുമെന്ന് പറയുന്നതിലെ കാപട്യം അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ ഏതർത്ഥത്തിലും ഇപ്പോ ഈ സാമ്പത്തികമായ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂടി നിൽക്കുമ്പോൾ പോലും ട്രംപ് ഉപരോധം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ കൂട്ടുന്നു. UK അതിനനുസരിച്ച് പ്രമേയം പാസാക്കുന്നു. ജർമ്മനി മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇതുവരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു വംശഹത്യ യുദ്ധത്തിന് പിന്തുണച്ച എല്ലാവരും ഇപ്പൊ മനുഷ്യാവകാശത്തെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും ജനങ്ങളുടെ കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ അതിലെ ഒരു ഇരട്ടത്താപ്പ് അതാണ് നമ്മൾ വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും ഇറാൻ ജനതയോടുള്ള താല്പര്യമോ അവരെ രക്ഷിക്കാനുള്ള ഒരു മോഹമോ അല്ല, മറിച്ച് സാമ്രാജ്യത്വ താല്പര്യങ്ങൾ, അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ മാത്രമാണ് ലക്ഷ്യം. അതിന് ഇറാൻ ജനതയിൽപ്പെട്ട പല വിഭാഗങ്ങളെയും കരുക്കളാക്കിക്കൊണ്ട് നടത്തുന്ന പിന്നെ ഒരു നീക്കമാണ് വാസ്തവത്തിൽ. അതുകൂടിയാണ് വ്യക്തമാകുന്നത്. താങ്ക് യു ശ്രീ താജ് ആലുവ ഈ സമയത്ത് പ്രതികരിച്ചതിന്.